സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യം കേട്ടിരുന്നു. ഹംസാക്കയൊക്കെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹംസയോ ജലീലോ ഒക്കെ നിന്നിരുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ടാകും. ചുമ്മാ നിന്ന് തോൽക്കാനാണെങ്കിൽ എന്തിനാണ് ഈ പ്രായമായവരെയും വേറെ ജോലിയുള്ളവരെയും ഒക്കെ മെനക്കെടുത്തുന്നത്? അതാണ് പാർട്ടി ചിന്തിച്ചത്. അതുതന്നെയാണ് ശരി. കുഞ്ഞാലിക്കുട്ടിയൊക്കെ റിങ്ങിൽ നേരിടാൻ നല്ല ചെറുപ്പക്കാർ തന്നെ വേണം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന എല്ലാ ഭിന്നിപ്പും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. ഒരു കുഴപ്പമില്ലടാ. 50,000 കടന്നിരിക്കുന്നു. 1,00,000-ൽ പരം വോട്ടുകൾക്ക് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. 51,000 കടന്നിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. 76,000-ലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു. 3,00,000-ഉം കടന്നിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. 5 പേരെ റൗണ്ട് ചേർന്നിരിക്കുന്ന എന്തിനെന്നെ? ഒരാളേ ഉള്ളൂ, 5 പേരില്ല. 2 പേര് ഓടിപ്പോയി. എടാ നീ ഒന്നോടെ നോക്കിക്കേ. ഇപ്പൊ അവനേ ഉള്ളൂ. ചെല്ല്. ടപ്പോ ടിപ്പോ ടമാ. അത്രേ ഉള്ളൂ. ചെല്ല്. ടപ്പോ ടിപ്പോ കറക്റ്റ്. 1,00,000 കഴിഞ്ഞിരിക്കുന്നു. 1,00,000 കടന്നിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ്. ഓക്കേ, റെഡി സ്റ്റാർട്ട്. അടിച്ചോ. 1,50,000 കടന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ്. 1,50,000 കടന്നു. നീ ആളെ നാണം കെടുത്തല്ലടാ, ആളെ നാണം കെടുത്തല്ലേ? എടാ എന്റെ 30 വർഷത്തെ എന്റെ ആഗ്രഹമാണ് ഈ സ്വർണം. ചെല്ല്, അടിയോട് സ്റ്റാർട്ട്. 1,50,000 കടന്നിരിക്കുന്നു. 1,50,000-ലേക്ക് എത്തിയിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് എടുത്തു പറയുന്നതാണ്. ലീഗ് സ്വാഭാവികമായും വലിയ ആഹ്ലാദ പ്രകടനങ്ങളിൽ തന്നെയാണ്. ഞാൻ കഴിക്കാറില്ല. എന്താ ഒന്നുമില്ല എന്റെ കൊച്ചിനൊന്നുമില്ല. ഏതോ ഉത്സവപ്പറമ്പിക്കണമല്ലോ. ഒന്നുമില്ല. ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ടതാണ്. ഇത് ഗുജറാത്തോ യുപിയോ ഒന്നുമല്ല. 1,00,000-ലധികം വോട്ടിനൊക്കെ എതിരാളിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരതയാണ്, കൊടും ക്രൂരത. UDF അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതമായി കാണുന്നില്ല. ഈ മണ്ഡലത്തിൻ്റെ പശ്ചാത്തലം UDF അനുകൂലമാണ്. 1 2 3 4 5. എന്റെ 30 വർഷത്തെ എന്റെ ആഗ്രഹം. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ പ്രഖ്യാപനം പറയുകയാണ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ വരുന്നത്. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചിരിക്കുന്നു. നരഹത്യ. അതെന്താ മനസ്സിലായില്ലേ? ജരാസന്ധവധം എന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റടിക്ക് പുള്ളി താഴെ വീണ്. നമ്മൾ ഈ തുണിയൊക്കെ പിടിയൂലേ, പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് അഴയിൽ വിരിക്കൂലേ, അത് തന്നെയാണ് സംഭവിച്ചത്. പിഴിഞ്ഞ് കുടഞ്ഞ ആ റിങ്ങിന്റെ കയറിൽ അങ്ങോട്ട് എടുത്തിട്ട്. ബാക്കി തെരഞ്ഞെടുപ്പ് അവലോകനം ഇടവേള കഴിഞ്ഞ്.